കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എപ്പോൾ സമയം കിട്ടിയാലും രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം കിച്ചു പറഞ്ഞത് കറക്റ്റാണെന്നോ അതല്ലെങ്കിൽ കിച്ചുമായിട്ട് ഇപ്പോൾ ഒരു നല്ല ബന്ധത്തിലാണെന്നോ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു. അതിനുണ്ടെങ്കിൽ രേണു പറഞ്ഞുള്ളൊരു കാര്യം എനിക്കുണ്ടെങ്കിൽ അവനുമായിട്ട് ഒരു കുഴപ്പമില്ല, അവൻ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തോട്ട് വരാമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് രേണു അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമോ അതോ വെബ് സീരീസ് ആണോ എന്ന് അറിയത്തില്ല. അതിലൊരു പൂജയ്ക്ക് ഒരു തുടക്കം പോലെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇത് കണക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് കണക്ക് ഇപ്പോൾ കിച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ടോ, ഈ കിച്ചുവിനെ വിളിക്കാറുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി എന്നുള്ള രീതി പറഞ്ഞത് നേരത്തെ ഒന്നും വിളിക്കുന്നില്ലായിരുന്നു, പക്ഷേ ഇതിന് വേണ്ടി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഞാൻ കിച്ചുവിൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണോ സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ള രീതിയിലായിരുന്നു ഇത് കണക്ക് മീഡിയക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ രേണു പറഞ്ഞത് അത് അമ്മയും മോനും തമ്മിലുള്ളൊരു കാര്യമാണ്, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്നുള്ള രീതിയിലായിരുന്നു രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.